വാർത്തയിലേക്ക് വിശദമായി. കുരുക്ക് മുറുക്കി ഇഡി. ലൈഫ് മിഷൻ കോഴ ഇടപാടുകളുടെ ചുരുളഴിക്കാൻ നിർണായക നീക്കങ്ങളുമായി ഇഡി. വേണുഗോപാലിന് പിന്നാലെ യു.വി. ജോസിനെയും ശിവശങ്കറിനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനാണ് ഇഡിയുടെ നീക്കം. ഇതിനിടെ സി.എം. രവീന്ദ്രനും സ്വപ്നയും തമ്മിലുള്ള ചാറ്റും പുറത്തുവന്നു. സ്വപ്നയ്ക്ക് നിയമനം നൽകാൻ മുഖ്യമന്ത്രി പറഞ്ഞെന്ന ശിവശങ്കറിന്റെ ചാറ്റ് പുറത്തുവന്നതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ മൊഴിയെടുക്കുമെന്ന അഭ്യൂഹങ്ങളും ശക്തമായി. വാട്സ്ആപ്പ് ചാറ്റ് ഉൾപ്പെടെ ഡിജിറ്റൽ തെളിവുകൾ കാണിച്ചതു മുതൽ ചോദ്യം ചെയ്യലിനോട് ശിവശങ്കർ സഹകരിക്കുന്നില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം. വേണുഗോപാലിനെയും ശിവശങ്കറിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തതിന് പിന്നാലെ ലൈഫ് മിഷൻ മുൻ സിഇഒ യു.വി. ജോസിനെയും ഇഡി വിളിപ്പിച്ചു. അതിനിടെ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി.എം. രവീന്ദ്രൻ സ്വപ്നയുമായി നടത്തിയ ചാറ്റും പുറത്തുവന്നു. പ്രളയ സഹായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചാറ്റിലുണ്ട്. സ്വപ്നയുമായി സി.എം. രവീന്ദ്രനുള്ള അടുപ്പം സൂചിപ്പിക്കുന്ന വ്യക്തിപരമായ സന്ദേശങ്ങളും ചാറ്റിലുണ്ട്. ശിവശങ്കറും സ്വപ്ന സുരേഷും തമ്മിലുള്ള കൂടുതൽ ചാറ്റുകളും പുറത്തുവന്നു. യു.എ.യിലെ റെഡ് ക്രസന്റിനെ എങ്ങനെ ലൈഫ് മിഷൻ പദ്ധതിയിലേക്ക് കൊണ്ടുവരാം എന്നതിനെക്കുറിച്ച് 2019 നടത്തിയ ചാറ്റാണ് പുറത്തുവന്നത്. റെഡ് ക്രസന്റ് സർക്കാരിന് നൽകേണ്ട കത്തിന്റെ മാതൃകയും ശിവശങ്കർ നൽകി. കോൺസുലേറ്റിന്റെ കത്തുകൂടി ചേർത്ത് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകാനും ചാറ്റിൽ ശിവശങ്കർ നിർദ്ദേശിക്കുന്നു. സ്വപ്നയ്ക്ക് ജോലി നൽകാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു എന്ന ശിവശങ്കറിന്റെ ചാറ്റിലെ വിവരം ഇന്നലെ പുറത്തുവന്നിരുന്നു. ഇതോടെ മുഖ്യമന്ത്രിയുടെ മൊഴിയെടുക്കുമെന്ന അഭ്യൂഹങ്ങളും ശക്തമായി. ലൈഫ് മിഷൻ കോഴ ഇടപാടിൽ ദുരൂഹതകളുടെ ചുരുളഴിക്കാൻ മൊഴികളിലെ വൈരുദ്ധ്യവും പൊരുത്തക്കേടുകളും ഇഴകീറി പരിശോധിക്കുകയാണ് ഇഡി. സുവി വിശ്വനാഥൻ, ന്യൂസ് 18, കൊച്ചി. ലൈഫ് മിഷൻ മുൻ സിഇഒ യു.വി. ജോസിനെയും കസ്റ്റഡിയിലുള്ള എം. ശിവശങ്കറിനെയും ഇഡി ചോദ്യം ചെയ്യുന്നു. വിവരങ്ങളുമായി സുവി വിശ്വനാഥ് ചേരുകയാണ്. സുവി, നേരത്തെ തന്നെ ഇഡി ഓഫീസിൽ യു.വി. ജോസ് എത്തിയിരുന്നു. ഇപ്പോൾ ഒരുമിച്ചുള്ള ചോദ്യം ചെയ്യലാണോ ആരംഭിച്ചിട്ടുള്ളത്? രേണുക, രാവിലെ 10:30 മണിയോടുകൂടിയാണ് ലൈഫ് മിഷൻ മുൻ സിഇഒ ആയിരുന്ന യു.വി. ജോസ് ഇഡിയുടെ ഓഫീസിലേക്ക് എത്തുന്നത്. ഇന്ന് ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ നിസ്സഹകരണം ശിവശങ്കർ തുടരുകയാണ്. അതിൽ പല കാര്യങ്ങളും യു.വി. ജോസ് പറഞ്ഞതായിട്ടുണ്ട്. ഇവരെ ഒരുമിച്ചിരുത്തുമ്പോൾ കൂടുതൽ സത്യങ്ങൾ പുറത്തുവരും എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കരുതുന്നത്. നേരത്തെ യു.വി. ജോസിനെ ചോദ്യം ചെയ്തപ്പോൾ യു.വി. ജോസ് നൽകിയ മൊഴി എന്ന് പറയുന്നത് കരാർ ഒപ്പിട്ടത് യൂണിടാക്കുമായും റെഡ് ക്രോസിനുമായുള്ള കരാർ ഒപ്പിട്ടത് താൻ തന്നെയാണ്. പക്ഷേ അതെന്താണ് എന്ന് പറഞ്ഞാൽ തനിക്ക് അറിയില്ല, മറ്റുള്ളവരുടെ നിർദ്ദേശാനുസരണം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അതിൽ ശിവശങ്കറിന്റെ പേര് അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്ന് അങ്ങനെ ശിവശങ്കറിന്റെ പേര് യു.വി. ജോസ് എടുത്തു പറയുമോ എന്നാണ് നോക്കാനുള്ളത്. എന്നാൽ സന്തോഷ് ഈപ്പന്റെ ഒരു മൊഴിയുണ്ട്. അതായത് സന്തോഷ് ഈപ്പനെ സരിത്താണ് ശിവശങ്കറിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. തുടർന്ന് സന്തോഷ് ഈപ്പൻ ശിവശങ്കറിനെ പരിചയപ്പെടുന്നു. ലൈഫ് മിഷന്റെ ചുമതലക്കാരനാണ് എന്ന് മനസ്സിലാക്കുന്നു. അവിടേക്ക് ശിവശങ്കരൻ യു.വി. ജോസിനെ വിളിച്ചു വരുത്തി എന്നൊരു മൊഴി സന്തോഷ് ഈപ്പൻ നൽകിയിട്ടുണ്ട്. ഈ മൊഴികൾ വെച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലായിരിക്കും ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ശിവശങ്കറിന് പുറമെ മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന മറ്റുള്ളവരിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് ഇഡി. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായ സി.എം. രവീന്ദ്രനെ വാട്സ്ആപ്പ് ചാറ്റുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. സി.എം. രവീന്ദ്രന് സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷുമായി അടുത്ത ബന്ധം ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ ചാറ്റുകൾ. 2018 ഈ ചാറ്റിൽ പ്രളയത്തിന് സഹായം അഭ്യർത്ഥിക്കുന്ന കാര്യങ്ങളുണ്ട്. ഒപ്പം തന്നെ അതോടൊപ്പം മറ്റ് ചില കാര്യങ്ങൾ, വ്യക്തിപരമായ ചാറ്റുകളുണ്ട്. അത് നമുക്ക് വിശദമായി ടെലിവിഷൻ ചാനലിലൂടെ പറയുക സാധ്യമല്ല. ആ രീതിയിലുള്ള ചാറ്റുകളും സി.എം. രവീന്ദ്രന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഒപ്പം ശിവശങ്കരും സ്വപ്നയും തമ്മിൽ നടത്തിയ ചാറ്റ് സംഭാഷണങ്ങളുണ്ട്. അതിൽ ഒരു ഘട്ടത്തിൽ സി.എം. രവീന്ദ്രനെ വിളിക്കൂ സംശയമുണ്ടെങ്കിൽ എന്ന് ശിവശങ്കരൻ സ്വപ്നയോട് പറയുന്ന ഭാഗമുണ്ട്. ഒപ്പം ഈ റെഡ് ക്രസന്റിന് എങ്ങനെയാണ്, ഈ റെഡ് ക്രസന്റ് ആണ് ഇവിടെ ലൈഫ് മിഷന് വേണ്ടി, ഭവന പദ്ധതിക്ക് വേണ്ടി പണം നൽകാമെന്ന് പറയുന്നത്, എങ്ങനെയാണ് അതിന് കത്ത് നൽകേണ്ടത് എന്നത് താൻ പറഞ്ഞു തരാം എന്ന് ശിവശങ്കരൻ സ്വപ്നയോട് പറയുന്ന ഭാഗമുണ്ട്. ഒപ്പം തന്നെ ആ
കത്തിന്റെ ഒരു മാതൃകയും അദ്ദേഹം നൽകുന്നു. ഇതോടൊപ്പം കോൺസുലേറ്റിന്റെ കത്തും കൂടെ വെച്ച് മുഖ്യമന്ത്രിക്ക് നൽകിയാൽ മതി, 2 കത്തും തന്നെ ഏൽപ്പിച്ചാൽ മതി എന്നും ശിവശങ്കരൻ സ്വപ്നയോട് പറയുന്നുണ്ട്. ഏതായാലും ഈ വാട്സ്ആപ്പ് ചാറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് വ്യക്തമായ തെളിവുകൾ എന്ന് സംശയിക്കാവുന്ന തരത്തിൽ വാട്സ്ആപ്പ് ചാറ്റുകൾ ഇഡിയെ സംബന്ധിച്ച് ലഭ്യമായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇതൊന്നും ഓൺ ചെയ്യാനോ അല്ലെങ്കിൽ ഇക്കാര്യങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്ന് തുറന്നു പറയാനോ ശിവശങ്കർ തയ്യാറാകുന്നില്ല എന്നതാണ് നമുക്ക് ഇതുവരെ ലഭിച്ചുകൊണ്ടിരുന്ന വിവരം. ഇന്നത്തെ ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരം എന്താണ്? ശിവശങ്കർ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നുണ്ടോ? 5 ദിവസം മാത്രമാണ് കസ്റ്റഡിയിൽ ലഭ്യമായിട്ടുള്ളത്. അതിനകം വെച്ച് തന്നെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുമെന്ന സാഹചര്യം ഇപ്പോഴുണ്ടോ? രേണുക, 5 ദിവസത്തെ കസ്റ്റഡിയാണ് ശിവശങ്കറിനെ കിട്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ശിവശങ്കരൻ പല ചോദ്യങ്ങളോടും നിസ്സഹകരണം പുലർത്തുന്നു. പല വാട്സപ്പ് ചാറ്റുകളും തെളിവുകളും കാണിക്കുമ്പോൾ മൗനം പാലിക്കുന്നു എന്നാണ് ഇഡി ഈ അറസ്റ്റ് ഓർഡറിൽ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഒരു കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ശിവശങ്കറിന്റെ കാര്യത്തിൽ ആവശ്യമാണ് എന്നും ഇഡി വ്യക്തമാക്കിയിരുന്നു. ഇങ്ങനെയാണ് കസ്റ്റോഡിയൽ ഇൻട്രോഗേഷന് വേണ്ടി 5 ദിവസത്തേക്ക് ശിവശങ്കറിനെ കസ്റ്റഡിയിൽ കിട്ടുന്നത്. ഈ കസ്റ്റഡിയിൽ കഴിഞ്ഞ 2 ദിവസമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ഇന്നലെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണുഗോപാലിനെ വിളിച്ചു വരുത്തിയിരുന്നു. അദ്ദേഹത്തെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തപ്പോൾ നേരത്തെ ഉള്ളൊരു മൊഴിയാണ് വേണുഗോപാൽ ആവർത്തിച്ചത്. പക്ഷേ അത് ശിവശങ്കറിനെ വെട്ടിലാക്കുന്നത് തന്നെയാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണുഗോപാലിന്റെ മൊഴി. അദ്ദേഹം പറയുന്നത് 2018 സ്വപ്നയ്ക്ക് വേണ്ടി ഒരു ലോക്കർ തുറന്നു കൊടുക്കുന്നത്. സ്വപ്നയ്ക്ക് ലോക്കർ തുറന്നു കൊടുക്കാൻ കാരണം ശിവശങ്കർ പറഞ്ഞത് മൂലമാണ് താൻ സ്വപ്നയ്ക്ക് ലോക്കർ തുറന്നു കൊടുക്കുന്നത്. അതിനുശേഷം ആദ്യം സ്വപ്ന സുരേഷ് തനിക്ക് ഒരു 30 ലക്ഷം രൂപ ഈ ലോക്കറിൽ വെക്കാനായി കൊണ്ടുതരുന്നു. അത് ഒരു ബാഗിലാണ് കൊണ്ടുതരുന്നത്. അന്ന് തൻ്റെ വീട്ടിലെത്തിക്കുമ്പോൾ ശിവശങ്കറും തന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഇങ്ങനെ 3 തവണ ഇവിടെ എത്തി ലോക്കർ സ്വപ്ന സുരേഷ് തുറന്നിട്ടുണ്ട് എന്നും വേണുഗോപാൽ പറയുന്നുണ്ട്. ഈ മൊഴികളാണ് വേണുഗോപാൽ നൽകിയിരിക്കുന്നത്. ഈ മൊഴികൾ പറയുന്നതിന് ശേഷം ഇന്നലെ ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തപ്പോഴും ഇതേ മൊഴികൾ തന്നെയാണ് ആവർത്തിച്ചത്. അപ്പോഴും ശിവശങ്കറിനോട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, അതായത് ആ ലോക്കറിൽ നിന്നാണല്ലോ 1 കോടി രൂപ കിട്ടിയത്, ആ പണം ശിവശങ്കറിന് ലഭിച്ച കമ്മീഷൻ അടിസ്ഥാനത്തിൽ ലഭിച്ച കോഴയാണെന്നാണല്ലോ പറയുന്നത് എന്ന് തുടങ്ങിയ ഇഡിയുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി ഇപ്പോഴും ശിവശങ്കരൻ പറയുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നമുക്കറിയാം, നിരവധി കേന്ദ്ര ഏജൻസികൾ ശിവശങ്കരനെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തതാണ്. അഭിഭാഷകരുടെ നിർദ്ദേശമുണ്ടായിരിക്കും പോലീസിന്റെ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസിയുടെ ചോദ്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കണം എന്നത് സംബന്ധിച്ച് കൃത്യമായി അദ്ദേഹത്തിന് വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടായിരിക്കണം. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ശിവശങ്കർ പ്രതികരിക്കാത്തത്. ഇന്നലെ വരെ ശിവശങ്കർ അങ്ങനെയായിരുന്നു. ഇന്നിപ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ചോദ്യം ചെയ്യുന്നത് UV ജോസിനോടൊപ്പമാണ്. എന്തായിരിക്കും UV ജോസ് പറഞ്ഞിട്ടുണ്ടാകുക? ശിവശങ്കറിനെ വെട്ടിലാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെ ആകുമോ UV ജോസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുക? പ്രത്യേകിച്ചും സന്തോഷ് ഈപ്പനെ ശിവശങ്കരൻ UV ജോസിന് പരിചയപ്പെടുത്തിയോ? സന്തോഷ് ഈപ്പനുമായി ശിവശങ്കരനുള്ള ബന്ധം എന്താണ്? ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് ഇഡിക്ക് മുമ്പിൽ UV ജോസ് വിശദീകരിക്കേണ്ടിയും വരും. രേണുക, സുബീർ വിശദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. റിസർവ് ബാങ്ക് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തോടെ കിഫ്ബിയിൽ എല്ലാം സുതാര്യമെന്ന സർക്കാർ വാദം ശക്തിപ്പെട്ടെന്ന് മുൻ ധനമന്ത്രി തോമസ് ഐസക്. ഇഡിക്ക് ശ്വാസം മുട്ടും എന്നല്ലാതെ എത്ര മുങ്ങിത്തപ്പിയാലും ഒന്നും കിട്ടാൻ പോകുന്നില്ല. മസാല ബോണ്ടിന്റെ പേരിൽ പ്രതിപക്ഷം പുകമറ സൃഷ്ടിക്കുകയായിരുന്നുവെന്നും തോമസ് ഐസക് ന്യൂസ് 18നോട് പറഞ്ഞു. മസാല ബോണ്ട് വഴി വിദേശത്ത് നിന്ന് പണം സമാഹരിക്കാൻ കിഫ്ബിക്ക് അനുമതി നൽകിയിട്ടുണ്ടെന്നായിരുന്നു റിസർവ് ബാങ്കിന്റെ സത്യവാങ്മൂലം. എപ്പോഴും കയറി പരിശോധിക്കാം, ഇത്രയേറെ സുതാര്യ. അതുകൊണ്ട് എത്ര വേണമെങ്കിൽ മുങ്ങിത്തപ്പട്ടെ, ശ്വാസം മുട്ടുന്നല്ലാതെ ഇടിക്കൊന്നും കിട്ടാൻ പോണില്ല. ഇതിന് അതോറിറ്റി റിസർവ് ബാങ്കിൽ നിന്ന് ഈ ഫെമ നിയമത്തിന്റെ നടത്തിപ്പുകാരൻ റിസർവ് ബാങ്കാണ്. അതാണ് പാർലമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. അവര് പറയുന്നത് അവർ അന്വേഷിച്ച് തന്നിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. ഇതിന് ഫണ്ട് വിനിയോഗത്തെക്കുറിച്ച് കൃത്യമായ കണക്ക് അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ എന്തിനാ ഇതൊക്കെ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ. അപ്പൊ ഒരു പൊഹമറി ഉണ്ടാക്കാനാണ്, അത്രേ ഉള്ളൂ. ആകാശ് തില്ലങ്കേരിയുടെ 2 കൂട്ടാളികൾ പിടിയിൽ. ജിജോ തില്ലങ്കേരിയും ജയപ്രകാശ് തില്ലങ്കേരിയുമാണ് പിടിയിലായത്. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകയുടെ പരാതിയിലാണ് അറസ്റ്റ്. ആകാശ് തില്ലങ്കേരി ഒളിവിലെന്നാണ് പോലീസ് പറയുന്നത്.
മനു ഭാരതുണ്ട് വിവരങ്ങളുമായി. മനു, 2 കൂട്ടാളികൾ പിടിയിലായിരിക്കുന്നു. ഇവർക്കെതിരെയും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണോ കേസ് എടുത്തിട്ടുള്ളത്? മറ്റൊന്ന്, ഫേസ്ബുക്കുകളിലൂടെ നിരന്തരം പ്രതികരിക്കുന്നുണ്ട് ആകാശ് തില്ലങ്കേരി. പിന്നീടും ആകാശ് തില്ലങ്കേരിയെ എവിടെയാണെന്ന് അറിയില്ല എന്ന് പോലീസ് പറയുന്നത് എന്തുകൊണ്ടാണ്? ആകാശ് തില്ലങ്കേരി എറണാകുളത്തേക്ക് കടന്നു എന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. ഇവരുടെ ഫോൺ ലൊക്കേഷനും ടവർ ലൊക്കേഷനും ഒക്കെ പോലീസ് വളരെ ഗൗരവത്തോടു കൂടി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ 2 പ്രത്യേക സംഘങ്ങളാണ് ഈ കേസ് അന്വേഷിക്കുന്നതിനും ഇവരെ പിടികൂടുന്നതിനുമായും നിയോഗിച്ചത്. മുഴക്കുന്ന് പോലീസിന്റെ നേതൃത്വത്തിൽ അവിടെ ഈ പരിശോധന വളരെ ശക്തമായി നടക്കുന്നുണ്ടായിരുന്നു. മട്ടന്നൂർ സിഐയുടെ നേതൃത്വത്തിൽ മറ്റൊരു സംഘവും ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന കേസിലാണ് ഈ മറ്റ് കൂട്ടാളികൾ ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. അവർ ഈ 354 തുടങ്ങിയ വകുപ്പുകൾ, IT ആക്ടിലെ ചില വകുപ്പുകളൊക്കെ ഉൾപ്പെട്ടാണ് ഈ കേസിൽ അവർക്കെതിരെ കുറ്റം ചുമത്തിയിരിക്കുന്നത്. തുടർന്ന് ഇവർ ചോദ്യം ചെയ്യലിൽ കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്താൻ കഴിയുമെങ്കിൽ പോലീസ് അതിലേക്കും നീങ്ങും. ഈ 2 കൂട്ടാളികൾ പിടിയിലായ സാഹചര്യത്തിൽ ആകാശ് തില്ലങ്കേരി അധികം വൈകാതെ പിടികൂടും എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ശരി, മനോഭരത്താണ് വിവരങ്ങൾ നൽകിയത്. ആകാശ് തില്ലങ്കേരിയിലേക്ക് ഉടൻ തന്നെ എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പോലീസിനുള്ളത്. ഏതായാലും 2 കൂട്ടാളികൾ ഇപ്പോൾ പിടിയിലായിരിക്കുന്നു. ദിലീപിന് തിരിച്ചടി. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് തിരിച്ചടി. കേസിന്റെ സാക്ഷി വിസ്താരത്തിൽ ഇടപെടില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. ഇതോടെ മഞ്ജു വാര്യർ ഉൾപ്പെടെ കേസിലെ സാക്ഷികളെ വീണ്ടും വിസ്തരിക്കാൻ പ്രോസിക്യൂഷന് സാധിക്കും. മഞ്ജു വാര്യർ ഉൾപ്പെടെയുള്ള സാക്ഷികളെ വീണ്ടും വിസ്തരിക്കരുതെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ ആവശ്യം. ഇക്കാര്യം ആവശ്യപ്പെട്ട് ദിലീപ് പ്രത്യേക സത്യവാങ്മൂലവും നൽകിയിരുന്നു. എന്നാൽ സാക്ഷി വിസ്താരത്തിൽ ഇടപെടില്ലെന്നാണ് സുപ്രീംകോടതി നിലപാട്. വിസ്താരവുമായി മുന്നോട്ടു പോകാൻ പ്രോസിക്യൂഷന് കോടതി അനുമതി നൽകി. സാക്ഷി വിസ്താരത്തിന് 30 ദിവസം വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടെങ്കിലും സാക്ഷി വിസ്താരത്തിന്റെ പുരോഗതി വിലയിരുത്തിയാകും ഇക്കാര്യത്തിൽ തീരുമാനമെന്ന് ജസ്റ്റിസ് JK മഹേശ്വരി അധ്യക്ഷനായ ബെഞ്ച് മറുപടി നൽകി. ഏതൊക്കെ സാക്ഷികളെ വിസ്തരിക്കണമെന്ന് ദിലീപ് തീരുമാനിക്കുന്ന സാഹചര്യം ഉണ്ടാകരുതെന്ന് അതിജീവിതയുടെ അഭിഭാഷകനും മുൻ ഹൈക്കോടതി ജഡ്ജിയുമായ R ബസന്ത് കോടതിയിൽ പറഞ്ഞു. കേസിന്റെ വിചാരണ എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് അതിജീവിത ആഗ്രഹിക്കുന്നുവെന്നും അഭിഭാഷകൻ. കേസിന്റെ വിചാരണ നീട്ടിക്കൊണ്ടുപോകാനാണ് സാക്ഷികളെ വീണ്ടും വിസ്തരിക്കുന്നതെന്നായിരുന്നു ദിലീപിന്റെ ആരോപണം. ദിലീപിനായി സീനിയർ അഭിഭാഷകൻ മുകുൾ റോത്തക്കിയാണ് കോടതിയിൽ ഹാജരായത്. ന്യൂസ് 18 ഡൽഹി. ആഭിചാര കർമ്മങ്ങളുടെ പേരിൽ പണം തട്ടിയെന്ന പരാതിയിൽ കേസെടുത്ത് പോലീസ്. കണ്ണൂർ പയ്യന്നൂർ സ്വദേശി ജമീലയുടെ പരാതിയിലാണ് കേസെടുത്തത്. ന്യൂസ് 18ന്റെ പോലീസ് പട്രോൾ എന്ന പരിപാടിയിലാണ് വാർത്ത പുറത്തുവിട്ടത്. രജീഷ് കുളങ്ങരയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. രജീഷ്, ഇന്നലെ പോലീസ് പട്രോൾ എന്ന പരിപാടിയിലാണ് ഈ ഞെട്ടിക്കുന്ന വാർത്ത. ഇപ്പോഴും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് തട്ടിപ്പ് നടക്കുന്നു എന്ന വാർത്ത, ജമീലയുടെ അവസ്ഥ നമ്മൾ പുറത്തുവിട്ടത്. എന്തായാലും പോലീസ് ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? നിധിയുണ്ട് എന്ന് വിശ്വസിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടിയെടുത്തു എന്ന പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. പയ്യന്നൂർ കാറമേലിലെ കോവൽ മൂപ്പന്റകത്ത് ജമീലയുടെ പരാതിയിലാണ് നടപടി. ചെറുപുഴയിലെ MTP റഷീദ്, മാതാവ് സൈനബ, ഭാര്യ ആഷിഫ, സഹോദരങ്ങളായ ഷർഫുദ്ദീൻ, P ഷംസു, നിസാം, വയനാട്ടിലെ ഉസ്താദ് അബൂഹന്ന, കാസർകോട്ടെ തങ്ങൾ എന്നിവർക്കെതിരെയാണ് പയ്യന്നൂർ പോലീസ് കേസെടുത്തത്. സ്വത്ത് കച്ചവടവുമായി ബന്ധപ്പെട്ടെത്തിയ റഷീദ് ജമീലയുടെ കുടുംബകലഹം മാറാനും മറ്റുള്ളവർ ചെയ്ത കൂടോത്രങ്ങൾ നീക്കാനുമാണ് ജമീലിൽ നിന്നും ആദ്യം പണം വാങ്ങിയത്. പിന്നീടാണ് വീട്ടുവളപ്പിൽ നിധിയുണ്ടെന്നും ജിന്നു ഉണ്ടെന്നുമെല്ലാം വിശ്വസിപ്പിച്ച് പലപ്പോഴായി ലക്ഷങ്ങൾ കൈക്കലാക്കിയത്. സ്വാമിയും തങ്ങളും ഉൾപ്പെടെ പലപ്പോഴായി പലരും കർമ്മങ്ങൾ ചെയ്യാനും ഇവിടെ വീട്ടിലെത്തിയിരുന്നു. തട്ടിപ്പ് പുറത്തായതോടെയാണ് ജമീല പോലീസിനെ സമീപിച്ചത്. എന്നാൽ ആദ്യഘട്ടത്തിൽ ജമീലയെ പൂർണ്ണമായും വിശ്വസിക്കാനോ കേസെടുക്കാനോ പോലീസ് തയ്യാറായിരുന്നില്ല. ഇതെല്ലാമാണ് കഴിഞ്ഞ ദിവസം മുതൽ പോലീസ് പെട്രോൾ എന്ന പരിപാടിയിൽ ഉൾപ്പെടെ ന്യൂസ് 18 പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. 2022 ജനുവരി മുതൽ ജൂൺ വരെ 6 മാസ കാലയളവിൽ 4 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തു എന്നാണ് ജമീല പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. IPC സെക്ഷൻ 420 പ്രകാരം വഞ്ചന കുറ്റമാണ് ഇവർക്കെതിരെ പോലീസ് ചുമത്തിയിട്ടുള്ളത്. രജീഷ്, നമ്മൾ ഇന്നലത്തെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയ ഈ തട്ടിപ്പിന് കൂട്ടുനിന്ന ജമീല ആരോപണം ഉന്നയിച്ച എല്ലാവർക്കും എതിരെ കേസെടുത്തിട്ടുണ്ടോ? ജമീലയുടെ പരാതി പ്രകാരം മുഴുവൻ പേർക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടേക്കാമെന്ന സൂചനയും പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട്. ശരി.
വാർത്തയുടെ വിശദാംശങ്ങളാണ് രജീഷ് കുളങ്ങര നൽകിയത്. ഇന്നലെ രാത്രി 10 മണിക്കാണ് ന്യൂസ് 18 പോലീസ് പട്രോളിൽ ജമീലയുടെ വാർത്ത പുറത്തുവിട്ടത്. ആഭിചാരക്രിയകളുടെ ഭയപ്പെടുത്തുന്ന ഓർമ്മകളിലാണ് ജമീല കഴിയുന്നത്. വീട്ടുവളപ്പിൽ മറഞ്ഞിരിക്കുന്ന നിധി കണ്ടെത്തി തരാമെന്ന് പറഞ്ഞു വന്നവരാണ് ജമീലയെ തട്ടിപ്പിനിരയാക്കിയത്. നടപടിക്ക് ആധാരമായ ആ ന്യൂസ് 18 റിപ്പോർട്ട് ഒരിക്കൽ കൂടി കാണാം. വസ്തുക്കച്ചവടത്തിന് ഇടനിലക്കാരനായി എത്തിയ വ്യക്തിയാണ് ആഭിചാര കർമ്മങ്ങൾ ചെയ്യാൻ ജമീലയെ പ്രേരിപ്പിച്ചത്. വീട്ടിൽ അടിക്കടി പാമ്പുകളെ കാണുന്നത് നാഗജിനിന്റെ സാന്നിധ്യമാണെന്നും അവയെ പൂർണ്ണമായി ഒഴിപ്പിച്ചാൽ മാത്രമേ വീട്ടിൽ സ്വസ്ഥത കൈവരൂവെന്നുമാണ് ഇവർ ജമീലയെ പറഞ്ഞു വിശ്വസിപ്പിച്ചത്. ഇടനിലക്കാരൻ മുഖേനയാണ് സംഘം ജമീലയുമായി ബന്ധപ്പെട്ടത്. ബന്ധുക്കൾ ആഭിചാരം ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിപ്പിച്ച് പ്രതിവിധി ചെയ്യാൻ ആദ്യം 2 ലക്ഷം വാങ്ങി. പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ലെങ്കിൽ പണം തിരികെ നൽകുമെന്ന് പറഞ്ഞ സംഘം തെളിവിനായി ചെക്കും നൽകി. ബാധകളെ ഒഴിപ്പിക്കാനെന്ന പേരിൽ പല പൂജാകർമ്മങ്ങളും നടത്തിയതായും ജമീല പറഞ്ഞു. 95 ദിവസത്തിനു ശരിയായിട്ടില്ല എങ്കിൽ പിന്നെ ഈ പൈസ തിരിച്ചു തരാൻ ഞാൻ ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്. ചുവന്ന ഒരു തുണിനെ കൊണ്ട് അത് മൂടി കെട്ടിയിട്ട് വായൻ്റെ ഇലേനെ കൊണ്ട് കെട്ടീന്. അത് കെട്ടിയാളെന്നെ കെട്ടിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഇനി എൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും എൻ്റെ വീട്ടിൻ്റെയും ചുറ്റിയിട്ട് 3 ദിവസങ്ങൾക്ക് ശേഷം ചുറ്റിയിട്ട് പുറത്ത് വെക്കണം. 3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എന്താക്കണം, ആളില്ലാത്ത ശ്മശാനത്ത് കൊണ്ടിട്ട് ഇടണം ആ സമയത്ത്. പിന്നീടാണ് ആഭിചാര കർമ്മങ്ങൾ നിധിവേട്ടയിലേക്ക് നീങ്ങിയത്. നിധി കണ്ടെടുക്കാൻ വിദഗ്ധനായ ആളെ എത്തിക്കണമെന്ന് പറഞ്ഞ് ഒരു സ്വാമിയെയും കൊണ്ടുവന്നു. ഇതിനിടെ പലപ്പോഴായി വീണ്ടും പണം തട്ടിയെടുത്തു. ലൈംഗികമായി ചൂഷണം ചെയ്യാനുള്ള ശ്രമങ്ങളും നടന്നതായി ജമീല ആരോപിക്കുന്നു. 2-3-4 പ്രാവശ്യം മാന്ത്രിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് പറയല്, എന്ത് രസമാണ് നിന്റെ കൈ കാണാൻ, ഇന്നലെ മംഗലം കഴിച്ചാൽ മതി. എന്താ ഞാൻ പറഞ്ഞു, എന്തിന് ഉസ്താദ് ഇങ്ങനെ പറയാക്കി, നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുകയല്ലേ എന്ന്. അതിനെന്തായാലും അല്ല, സാധാരണ തന്നെയല്ലേ ഇല്ല, നിന്നെ കെട്ടിയാലോ. പെരുമാറ്റത്തിൽ ഭയം തോന്നിയതോടെ ജമീല കാര്യങ്ങൾ ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു. തട്ടിപ്പ് വ്യക്തമായതോടെ 9 പേർക്കെതിരെ ഇവർ പോലീസിൽ പരാതി നൽകി. പക്ഷേ കാര്യമായ നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് ആരോപണം. ഞാൻ രക്ഷപ്പെട്ടതാണെന്നുള്ളത് ഞാനും എൻ്റെ മോളും എന്തോ ആരോ ചെയ്ത, എൻ്റെ ഉമ്മാവും എൻ്റെ ഉപ്പാവും ചെയ്ത നന്മ കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടതാണ്. ഈ പോലീസിന്റെ വിവരം കാണാൻ ഇവരെ കൊന്നിട്ട് ഇനി അർച്ചയാക്കുന്ന ഇവരെ നിനക്ക് നീതി കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല. രജീഷ് കുളങ്ങര, ന്യൂസ് 18 പയ്യന്നൂർ. കളമശ്ശേരി വ്യാജ ജനന സർട്ടിഫിക്കറ്റ് കേസിലെ മുഖ്യപ്രതിയും അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റുമായ അനിൽകുമാർ അറസ്റ്റിൽ. തമിഴ്നാട്ടിൽ നിന്നാണ് ഇയാൾ അറസ്റ്റിലായത്. MS അനീഷ് കുമാറുണ്ട് വിവരങ്ങളുമായി. പിന്നാലെ ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. ഇപ്പോൾ എന്തായാലും പിടിയിലായിരിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്നാണ് പിടിയിലായിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെ? വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദവുമായി ബന്ധപ്പെട്ട് നഗരസഭയിലെ താൽക്കാലിക ജീവനക്കാരി രഹന പോലീസിൽ പരാതി നൽകിയ ശേഷം പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്തിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് അനിൽകുമാർ ഒളിവിൽ പോയത്. ഒളിവിൽ പോകുന്നതിന് മുമ്പ് മാധ്യമങ്ങളെ കണ്ട് ഈ ആശുപത്രി സൂപ്രണ്ട് ഗണേഷ് മോഹനാണ് ഈ കൃത്യങ്ങൾക്ക് തന്നെ പ്രേരിപ്പിച്ചതെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം വളരെ ദിവസങ്ങളായി തന്നെ പോലീസ് ഇയാളെ തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. തമിഴ്നാട്ടിലെ മധുരയിലെ ഒളിവ് സംഘത്തിൽ നിന്നാണ് ഇയാളെ പിടികൂടിയതെന്ന് പോലീസ് അറിയിച്ചിരിക്കുന്നു. ഇന്ന് വൈകുന്നേരത്തോടുകൂടി കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് ഇയാളെ എത്തിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്താണ് ഈ ദത്തെടുക്കലിനും ഈ കുട്ടിയെ കൈമാറ്റത്തിനും പിന്നിലുള്ള ചേതവികാരം, ആരുടെയൊക്കെ പിന്തുണ ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ചമച്ചതിനായി ലഭിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഇയാളിൽ നിന്ന് പോലീസിന് അറിയേണ്ടതുണ്ട്. എന്തായാലും ഈ സൂപ്രണ്ടിന്റെ നിർദ്ദേശപ്രകാരമാണ് താൻ ഈ കൃത്യം നടത്തിയതെന്ന മൊഴിയിൽ നേരത്തെ വെളിപ്പെടുത്തലിൽ ഇയാൾ ഉറച്ചു നിൽക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. എന്തായാലും ഏറെ നിർണായകമായ ഒരു അറസ്റ്റാണ് പോലീസ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. രേണുക. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള. സമുദ്രനിരപ്പിൽ നിന്ന് 4000 അടി ഉയരത്തിൽ അട്ടപ്പാടിയിലെ മല്ലീശ്വരൻ മുടി. മലപൂജാരിമാർ ശിവരാത്രി നാളിൽ മല്ലീശ്വരൻ മുടിയിൽ ദീപം തെളിയിക്കും. കേരളത്തിലെ ഏറ്റവും വലിയ ഗോത്രോത്സവം മല്ലീശ്വരൻ വിളക്ക്. ആയിരക്കണക്കിന് വിശ്വാസികൾക്കൊപ്പം പങ്കുചേരാൻ ഞങ്ങളും. ശിവരാത്രി നാളിൽ പ്രഭാത കേരളം മല്ലീശ്വര ക്ഷേത്രത്തിൽ നിന്ന്. വാർത്തകൾ തുടരുന്നു. കൊല്ലം തഴവയിൽ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി 3 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. തഴവ ആദിനാട് തെക്ക് അജ്മൽ ഷാ ഷഹന ദമ്പതികളുടെ ഏക മകൾ ഇനായ മറിയമാണ് മരിച്ചത്.
ഷാനോസ് ഡേവിഡ് ഉണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി. ഷാനോസ്, ദുഃഖകരമായ വാർത്തയാണ്. എന്താണ് സംഭവിച്ചത്? രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലേ? ആശുപത്രിയിൽ എത്തിക്കാനോ രക്ഷപ്പെടുത്താനോ ഉള്ള ശ്രമങ്ങൾ എങ്ങനെയായിരുന്നു? ശരിക്കും സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ്. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. രാത്രി ഈ കുട്ടിക്ക് മാതാവ് ഭക്ഷണം കൊടുക്കുന്ന സമയത്താണ് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങുന്നത്. അതിനെ തുടർന്ന് അസ്വസ്ഥത പ്രകടിപ്പിച്ചപ്പോഴാണ് കരുനാഗപ്പള്ളിയിലേക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വീട്ടുകാർ ശ്രമിക്കുന്നത്. എന്നാൽ കരുനാഗപ്പള്ളി സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു എന്നാണ് ഡോക്ടർമാരും ആശുപത്രി അധികൃതരും പറയുന്നത്. കൊല്ലം ജില്ലയിലെ തഴവ എന്ന് പറയുന്ന സ്ഥലത്തെ ആദിനാട് തെക്ക് എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ കുഞ്ഞിന്റെ വീട്. അക്മൽ ഷഹ ദമ്പതികളുടെ ഒരേ ഒരു മകളാണ് ഇനായ മറിയം എന്നാണ് കുട്ടികളുടെ പേര്. എന്തായാലും ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ്. കാരണം എന്തെങ്കിലും തരത്തിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നതിന് രക്ഷപ്പെടുത്താൻ കഴിയുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ അവശേഷിക്കുകയാണ്. കാരണം ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു എന്നുള്ളതാണ്. ആശുപത്രിയിൽ എത്തിക്കുന്നതിൽ എന്തെങ്കിലും കാലതാമസം ഉണ്ടായോ? അത്തരമൊരു വിവരങ്ങളൊന്നും കാലതാമസം ഉണ്ടായോ എന്നടക്കമുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. എന്തായാലും ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. കൊണ്ടുപോകുന്ന വഴിക്ക് മരണം സംഭവിച്ചിരിക്കാമെന്നാണ് കരുതുന്നത്. എന്തായാലും ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ്. വെറും 3 വയസ്സ് മാത്രമുള്ളൊരു കുഞ്ഞാണ് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി മരിച്ചിരിക്കുന്നത്. ശരി, ഷാനോസാണ് വിവരങ്ങൾ നൽകിയത്. ആകാശ് തില്ലങ്കേരിയെ തള്ളി CPM. CPM-നെതിരെ വെളിപ്പെടുത്തലുകൾ നടത്തിയ ആകാശ് തില്ലങ്കേരിക്കെതിരെ നിലപാട് കടുപ്പിച്ച് സംസ്ഥാന സെക്രട്ടറി. ആകാശ് തില്ലങ്കേരി ക്രിമിനൽ സംഘത്തിന്റെ ഭാഗമെന്നും അതിനോട് പ്രതികരിക്കേണ്ട കാര്യമില്ലെന്നും MP ഗോവിന്ദൻ പറഞ്ഞു. അതിനിടെ ആകാശ് തില്ലങ്കേരിക്കെതിരായി കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചിട്ടുള്ള പരാതികൾ അന്വേഷിക്കാൻ 2 പ്രത്യേക സംഘങ്ങൾക്ക് പോലീസ് രൂപം നൽകി. അതിൽ പ്രദേശത്ത് ഏതോ ഒരു ക്രിമിനൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളെ പറ്റിയില്ല. ഞാനെന്ത് പ്രതികരിക്കാനാണ്? ഒന്നും പ്രതികരിക്കുന്നില്ല. ഒരാഹ്വാനമില്ല. പാർട്ടി ആഹ്വാനം ചെയ്ത് പാർട്ടി ആഹ്വാനം ചെയ്യും. ഇനി RSS ചർച്ചാ വിവാദത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സമുദായ സംഘടനകൾ. മീഡിയ 1 ചാനലിനെതിരായ നടപടികൾ ഭയന്നാണ് ചർച്ചയെന്ന് സമസ്തയും ജമാഅത്തെ ഇസ്ലാമിയുടെ കപടമുഖം വ്യക്തമായെന്ന് മുജാഹിദ് പ്രസ്ഥാനവും കുറ്റപ്പെടുത്തുന്നു. ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന RSSുമായി ചർച്ച നടത്തിയതിൽ തെറ്റില്ലെന്ന മാധ്യമം പത്രത്തിലെ ലേഖനമൊഴിച്ചാൽ പരസ്യ പ്രതികരണങ്ങൾക്കൊന്നും നേതൃത്വം തയ്യാറായിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളും ആരോപണവുമായി മറ്റു സമുദായ സംഘടനകളെല്ലാം രംഗത്തെത്തിയിരിക്കുകയാണ്. RSSനോടുള്ള ഭയമാണ് ചർച്ചയിലേക്ക് എത്തിച്ചതെന്ന് സമസ്ത നേതൃത്വം കുറ്റപ്പെടുത്തുന്നു. മുൻപും നിരോധനങ്ങൾ നേരിട്ട ജമാഅത്തെ ഇസ്ലാമി വീണ്ടും ഒരു നിരോധനം മുന്നിൽ കാണുന്നുണ്ടാവാമെന്ന് മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം. മീഡിയ 1 ചാനലിനെതിരായ നടപടികളും ചർച്ചയ്ക്ക് പ്രേരിപ്പിച്ചിട്ടുണ്ടാവാം. ഈ ഇടക്കാലത്ത് ഇവരുടെ ചാനൽ നിരോധനം ഏർപ്പെടുത്തിയിരുന്നല്ലോ. അതൊക്കെ ഇതിൻ്റെ പേടിക്ക് കാരണമായിരിക്കാം. ഇതുപോലെ അതിനേക്കാൾ വലിയതെന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ അപ്പോൾ ഇതിന് നല്ലത് നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി പിരിച്ചുവിട്ട് മുസ്ലിം സമുദായത്തിൻ്റെ ആ കൂട്ടായ്മയിൽ ലയിക്കുകയും ചേരുകയും ചെയ്യുന്നതാണ് നല്ലത്. ഒരൊറ്റപ്പെട്ട ഒരു ചെറിയ കൂട്ടമായിക്കൊണ്ട് പേടിച്ചരണ്ട് മുസ്ലിം ഉമ്മത്തിൻ്റെ ഒന്നായിട്ടുള്ള അവകാശവും അവകാശപ്പെട്ടുകൊണ്ട് ആരുടെ മുമ്പിൽ അടിയറ വെക്കാൻ പോകേണ്ടതില്ല എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ കപടമുഖമാണ് വെളിച്ചത്ത് വരുന്നതെന്ന് മുജാഹിദ് പ്രസ്ഥാനം കുറ്റപ്പെടുത്തുന്നു. KNM സമ്മേളനത്തിന് BJP നേതാക്കളെ ക്ഷണിച്ചപ്പോൾ വെള്ളിയാഴ്ച പ്രസംഗത്തിലടക്കം വിമർശിച്ചവർ തലയിൽ മുണ്ടിട്ട് പോയി RSSുമായി ചർച്ച നടത്തിയെന്ന് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ അബ്ദുൾ മജീദ് സ്വലാഹി. ഇവിടെ ഏതെങ്കിലും ഒരു സമ്മേളനത്തിന് സൗഹാർദ്ദ പ്രതിനിധിയായിട്ട് BJPക്കാരനോ മറ്റോ ഒക്കെ വന്നാൽ അതിനെ പരിഹസിക്കുകയും മിമ്പറുകളിൽ കയറി അതിനെതിരെ ഖുതുബകൾ വരെ പറയുകയും ചെയ്ത് ജമാഅത്തെ ഇസ്ലാമി തലയിൽ മുണ്ടിട്ട് പോയി RSSന്റെ ആലയത്തിൽ അവരുടെ അഭിമാനം പണയം വെച്ചു എന്ന് പറയുമ്പോൾ അത് വലിയ പരിഹാസമായ ഒരു കാര്യമാണ് എന്നേ ഇക്കാര്യത്തിൽ പറയാനുള്ളൂ. വിവാദത്തിൽ പരസ്യ പ്രതികരണങ്ങൾക്കോ ചർച്ചകൾക്കോ ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം തയ്യാറല്ല. എന്നാൽ RSSുമായി ജമാഅത്തെ ഇസ്ലാമി ഒറ്റയ്ക്കല്ല ചർച്ച നടത്തിയതെന്നും സംവാദത്തിന്റെ ഭാഷ സ്വീകരിക്കുന്നതിൽ തെറ്റില്ലെന്നും മാധ്യമം പത്രത്തിലെ ലേഖനത്തിൽ വിശദീകരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾ ആവശ്യപ്പെട്ടതനുസരിച്ചായിരുന്നു ചർച്ചയെന്നാണ് RSS ന്യൂനപക്ഷ സെൽ മേധാവി ഇന്ദ്രേഷ് കുമാറിന്റെ വിശദീകരണം. പശുവിനെ കൊല്ലുന്നതിൽ നിന്ന് പിന്മാറണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചെന്നും RSS നേതാവ് വ്യക്തമാക്കുന്നു. എന്നാൽ ഈ കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തത വരുത്താൻ ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല. അശ്വിൻ വല്ലത്ത്, News 18 കോഴിക്കോട്.
KSRTCയിൽ ഗഡുക്കളായി ശമ്പളം നൽകാനുള്ള തീരുമാനത്തെ ന്യായീകരിച്ച് ഗതാഗത മന്ത്രി ആന്റണി രാജു. സർക്കാരിന്റെ നയപരമായ തീരുമാനമല്ലെന്നും തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം മാനേജ്മെന്റിനുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പുതിയ ശമ്പള വിതരണ സമ്പ്രദായം കൊണ്ടുവരുന്നതിൽ പ്രതിഷേധിച്ച് KSRTEയുടെ നേതൃത്വത്തിൽ MD ബിജു പ്രഭാകരന്റെ കോലം കത്തിച്ചു. പുതിയ ശമ്പള വിതരണ രീതിയിൽ വലിയ പ്രതിഷേധം KSRTCയിൽ ഉയർന്നിരിക്കുകയാണ്. നടപടി സർക്കാരിന്റെ നയപരമായ തീരുമാനമല്ലെന്ന മന്ത്രിയുടെ വിശദീകരണം. ശമ്പള വിതരണം എങ്ങനെ വേണമെന്ന കാര്യത്തിൽ മാനേജ്മെന്റിന് തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും ആന്റണി രാജു. അത്തരം കാര്യങ്ങളിൽ മന്ത്രി അറിയേണ്ട കാര്യമില്ല. ഞാൻ അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുമില്ല. ഗവൺമെന്റിന്റെ ഒരു അനുമതിയോടുകൂടി അങ്ങനെ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുമില്ല. അത് മാനേജ്മെന്റിന് അത്തരം കാര്യങ്ങളിൽ സ്വാതന്ത്ര്യമുണ്ട്. മാനേജ്മെന്റുകൾക്ക് ബോർഡ് വെച്ചിരിക്കുന്നു, മാനേജ്മെന്റ് ഉണ്ട്. മാനേജ്മെന്റിന് അത്തരം കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. നയപരമായ തീരുമാനമല്ലെന്ന് മന്ത്രി പറയുമ്പോഴും നടപ്പാക്കാൻ പോകുന്ന ശമ്പള വിതരണ സമ്പ്രദായത്തെ മന്ത്രി ന്യായീകരിച്ചു. ഒരു പകുതി പണം 5-ാം തീയതിക്ക് മുമ്പ് കിട്ടിയാൽ അവർക്ക് അവരുടെ അത്യാവശ്യ കാര്യങ്ങൾ നടക്കും. ഇല്ലെങ്കിൽ പലപ്പോഴും ആദ്യത്തെ ആഴ്ച പല ജീവനക്കാരും ഭീമമായ പലിശയ്ക്ക് പണമെടുത്ത് 1-2 ആഴ്ചത്തേക്ക് വേണ്ടി ഭീമമായ പലിശയ്ക്ക് പണമെടുക്കുന്നതായിട്ടും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിട്ടുള്ള പരാതി നിരവധി എനിക്ക് തന്നെ കിട്ടുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആവശ്യമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പകുതിയിൽ കുറയാത്ത ശമ്പളമെങ്കിലും ആദ്യത്തെ ആഴ്ച 5-ാം തീയതിക്ക് മുമ്പ്, കഴിയുമെങ്കിൽ 1-ാം തീയതി തന്നെ നമുക്ക് ജീവനക്കാർ കൊടുത്താൽ അത് അങ്ങനെ ആവശ്യമുള്ളവർക്ക് അതൊരു സഹായകമായിരിക്കും. ജീവനക്കാരുടെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ശമ്പളം നൽകാൻ നേരത്തെ തീരുമാനിച്ചെങ്കിലും വൻ വിമർശനം ഉയർന്നതിന് പിന്നാലെ ഒഴിവാക്കിയിരുന്നു. അതേസമയം KSRTC MD ബിജു പ്രഭാകരനെതിരെയുള്ള ജീവനക്കാരുടെ പ്രതിഷേധം തുടരുകയാണ്. കൊല്ലത്ത് ബിജുവിന്റെ കോലം കത്തിച്ചു. ന്യൂസ് 18 കൊല്ലം, തിരുവനന്തപുരം. KSRTCയിൽ ഗഡുക്കളായി ശമ്പളം നൽകാനുള്ള ഉത്തരവ് കത്തിച്ച് CITU പ്രവർത്തകർ പ്രതിഷേധിച്ചു. തിരുവനന്തപുരം ചീഫ് ഓഫീസിന് മുൻപിലായിരുന്നു പ്രതിഷേധം. ഗതാഗത മന്ത്രിയും CMDയും നിലപാട് തിരുത്തണമെന്ന് KSRTE ആവശ്യപ്പെട്ടു. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറെ നിയമിക്കേണ്ടത് സർക്കാരാണെന്ന ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ സിസ തോമസിനെ മാറ്റാൻ തിരക്കിട്ട നീക്കം. VC സ്ഥാനത്തേക്ക് 3 പേരുകൾ സർക്കാർ ഇന്ന് നിർദ്ദേശിച്ചേക്കും. സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ ബൈജുഭായ് TPക്കാണ് പ്രഥമ പരിഗണന. സാങ്കേതിക സർവകലാശാലയിലെ VCയെ നിർദ്ദേശിക്കേണ്ടത് സർക്കാരാണെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. സിസ തോമസിന്റേത് പ്രത്യേക സാഹചര്യത്തിൽ ചാൻസലർ നടത്തിയ താൽക്കാലിക നിയമനമാണ്. അതുകൊണ്ട് സർക്കാരിന് പുതിയ പാനൽ സമർപ്പിക്കാമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സിൻഡിക്കേറ്റുമായി ഇടഞ്ഞു നിൽക്കുന്ന സിസ തോമസിനെ പുറത്താക്കാൻ സർക്കാർ തിടുക്കത്തിൽ നീക്കങ്ങൾ നടത്തുന്നത്. VC സ്ഥാനത്തേക്കുള്ള പാനൽ സർക്കാർ UGC മാനദണ്ഡപ്രകാരം ഉടൻ തയ്യാറാക്കും. സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ ബൈജുഭായിക്കാണ് സർക്കാർ മുൻഗണന നൽകുന്നത്. കൂടാതെ KTU റിസർച്ച് വിഭാഗം ഡീൻ ഷാലിജും സാധ്യതാ പട്ടികയിൽ ഉണ്ടാകും. സർക്കാർ എയ്ഡഡ് കോളേജുകളിലെ 18 സീനിയർ പ്രൊഫസർമാരും സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. നിലവിലെ താൽക്കാലിക VC ഡോക്ടർ സിസ തോമസിനെ പുറത്താക്കുന്നതിലൂടെ സർവകലാശാലയിൽ ഗവർണറുടെ ഇടപെടൽ കുറയുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. സർക്കാർ മുന്നോട്ടുവയ്ക്കുന്ന പട്ടികയിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുക്കാൻ ഗവർണർ തയ്യാറാകുമോ എന്നതും നിർണായകമാകും. ന്യൂസ് 18 തിരുവനന്തപുരം. നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഒപ്പിടാത്തത് ഓർമ്മിപ്പിച്ച് മുഖ്യമന്ത്രി അയച്ച കത്തിന് ഗവർണർ മറുപടി നൽകി. ബില്ലുകൾ നിയമാനുസൃതമാണെന്ന് ഉറപ്പില്ലെന്നും അധികാരപരിധി കഴിഞ്ഞുള്ള നിയമനിർമ്മാണം അംഗീകരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്നും വ്യക്തമാക്കിയാണ് ഗവർണർ മുഖ്യമന്ത്രിക്ക് മറുപടി നൽകിയത്. സംസ്ഥാനത്തിന്റെയും നിയമസഭയുടെയും അധികാരപരിധി മറികടന്നുകൊണ്ടുള്ള ബില്ലുകളിൽ ഒപ്പുവയ്ക്കാനുള്ള ബുദ്ധിമുട്ടും ഗവർണർ കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ചില ബില്ലുകളിൽ വ്യക്തത ആവശ്യമുള്ളതുകൊണ്ട് മന്ത്രിമാർ നേരിട്ടെത്തി വിശദീകരിക്കണമെന്ന് നേരത്തെ തന്നെ സർക്കാരിനെ അറിയിച്ചിരുന്നു. ഇത് പാലിക്കാത്തതിലുള്ള അതൃപ്തി കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ എത്തിയ ചീഫ് സെക്രട്ടറിയെയും ഗവർണർ അറിയിച്ചു. വെള്ളക്കരം വർധനയിൽ വീഴ്ച സമ്മതിച്ച് മന്ത്രി റോഷി അഗസ്റ്റിൻ. 9 വർഷത്തിന് ശേഷമാണ് വെള്ളക്കരം കൂട്ടുന്നത്. കുടിശ്ശിക പിരിച്ചെടുത്തിരുന്നുവെങ്കിൽ വെള്ളക്കരം വർദ്ധിപ്പിക്കേണ്ടി വരില്ലായിരുന്നു. സമീപകാലങ്ങളിൽ ഇനി വെള്ളക്കരം കൂട്ടി ജനങ്ങൾക്ക് അധിക ഭാരമുണ്ടാക്കില്ലെന്നും നല്ല സേവനം നൽകാൻ കൂടിയാണ് വർധനയെന്നുമാണ് മന്ത്രിയുടെ ന്യായീകരണം. ന്യൂസ് 18നോടായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. തിരുവനന്തപുരത്ത് നിന്ന് നന്ദകുമാറിന്റെ റിപ്പോർട്ട്.
സംസ്ഥാനത്ത് വെള്ളക്കരം കൂട്ടിയതിൽ വലിയ വിമർശനമാണ് പൊതുജനങ്ങൾക്കിടയിലുള്ളത്. എന്തായാലും അത്തരത്തിൽ വെള്ളക്കരം കൂട്ടാനുണ്ടായ ഒരു സാഹചര്യം അത് വിശദീകരിക്കാൻ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ തന്നെ ന്യൂസ് 8-നോടൊപ്പം ചേരുകയാണ്. മിസ്റ്റർ നമസ്കാരം. എന്താണ് ഇത്ര പെട്ടെന്ന് ഒരു ഇത്തരത്തിൽ ജലത്തിൻ്റെ ഒക്കെ തന്നെ വില കൂട്ടാനുണ്ടായ ഒരു സാഹചര്യം? 2014 ഇതിനു മുൻപ് വാട്ടർ ചാർജിൽ വേരിയേഷൻ ഉണ്ടായത്. പിന്നീട് 9 വർഷങ്ങൾ കഴിഞ്ഞു. 2014 മുൻപ് ഹൈക്കുണ്ടായത് 2009. ഇപ്പോൾ 2009 കഴിഞ്ഞ് 2014 വർദ്ധിപ്പിച്ചു. 5 വർഷം വ്യത്യാസമുണ്ട്. ഒരു BPL ഫാമിലിക്ക് 15,000 ലിറ്റർ വെള്ളം ഒരു മാസം സൗജന്യമായി കൊടുക്കുന്നു. വാട്ടർ അതോറിറ്റിയിൽ കാണുന്ന കണക്കനുസരിച്ച് 22.5 രൂപ 1 കിലോ ലിറ്ററിന് പ്രൊഡക്ഷൻ കോസ്റ്റ് ഉണ്ട്. നമുക്ക് ലഭിക്കുന്നത് 10 രൂപയാണ്. അപ്പോൾ ഏതാണ്ട് 10 രൂപ 10 രൂപയെടുത്ത് ഇതിൻ്റെ ഭാഗമായി 1 കിലോ ലിറ്ററിൽ നഷ്ടം സഹിച്ചുകൊണ്ടാണ് വിതരണം നടത്തുന്നത്. ഇത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വരും. അപ്പോൾ ഈ അന്തരം കുറച്ച് കൊണ്ടുവന്നില്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ ജീവനക്കാരുടെ പ്രശ്നം, അവരുടെ പെൻഷൻ, അതോടൊപ്പം നല്ല സേവനം കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. നോൺ പ്ലാൻ ഇനത്തിൽ കിട്ടുന്ന കുറച്ച് തുക ഒഴിച്ചാൽ ബാക്കിയെല്ലാം കണ്ടെത്തേണ്ട ബാധ്യത വാട്ടർ അതോറിറ്റിയുടെ ആകുന്ന സ്ഥിതിയിൽ കാലാനുസൃതമായൊരു മാറ്റം ജനങ്ങൾ അംഗീകരിക്കുന്നൊരു മാറ്റമേ ഉള്ളൂ. 5,000 ലിറ്റർ വെള്ളം 50 രൂപ ആണ് കൊടുക്കേണ്ടി വരും. 5,000 ലിറ്ററിന് 10,000, 2,000, 3,000 രൂപ മുടക്കേണ്ട കാലത്ത് 50 രൂപ മുടക്കിയാൽ മതി. ആ ഘട്ടത്തിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അതിന് ജനങ്ങളുടെ ഒരു പൊതു സഹകരണമാണ് ഞാൻ അഭ്യർത്ഥിച്ചത്. പ്രവർത്തന ലാഭം ഇല്ല എന്ന് പറയുമ്പോഴും കുടിശ്ശിക അടക്കം ഒരുപാട് തുക പിരിക്കാനുണ്ട്. പ്രത്യേകിച്ച് ജല അതോറിറ്റിക്ക് തന്നെ ഏകദേശം 1,500 കോടിയോളം രൂപ കുടിശ്ശികയായിട്ട് ലഭിക്കാനുണ്ട്. അപ്പോൾ അത് സർക്കാർ ഓഫീസുകളിലുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. അതൊക്കെ പിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രവർത്തന ലാഭം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ചില തരത്തിലുള്ള ഈ വിമർശനങ്ങളും അതോടൊപ്പം തന്നെ അവരുടെ അഭിപ്രായങ്ങളും ഇങ്ങനെ വരുന്നുണ്ട്. അതിലൊക്കെ എങ്ങനെയാണ് മന്ത്രിയുടെ ഒരു പ്രതികരണം? പിരിഞ്ഞു കിട്ടേണ്ട 1,500 കോടി രൂപ ഉണ്ട്. വിവിധ വകുപ്പുകളിൽ നിന്ന്, ഗാർഹിക ഗുണഭോക്താക്കളിൽ നിന്ന് കിട്ടാനുണ്ട്. അതെല്ലാം പിരിച്ച് വന്നിരിക്കട്ടെ, പ്രശ്നം പരിഹരിക്കപ്പെടുമോ? പ്രൊഡക്ഷൻ കോസ്റ്റ് 22 രൂപ, കൊടുക്കുന്നത് 10 രൂപ. ഈ അന്തരം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. മറ്റേ നിലവിലുള്ള കുടിശ്ശികയ്ക്ക് വരുന്നത് ഈ ഉൽപ്പാദനത്തിനനുസരിച്ച് വരുന്ന ഈ തുകയുടെ വർധനവ് കുറയ്ക്കാൻ പറ്റുന്നില്ല. ഈ അന്തരം കുറച്ചു കൊണ്ടുവരുമ്പോഴാണ് നമുക്കിതിനെ നല്ല നിലയിൽ കൊണ്ടുപോകാൻ കഴിയുന്നത്. വെള്ളക്കരം വർദ്ധിപ്പിച്ചത് ഭാവിയിലേക്കുള്ള കരുതൽ എന്നാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ നമ്മളോടൊപ്പം പങ്കുവച്ചത്. എന്തായാലും ക്യാമറമാൻ സി വിനോദിനൊപ്പം നന്ദകുമാർ, ന്യൂസ് 18 തിരുവനന്തപുരം. പെട്രോളും ഡീസലും GSTയിൽ ഉൾപ്പെടുത്തുന്നതിനോട് യോജിപ്പില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. നഷ്ടപരിഹാര കാലാവധി നീട്ടണമെന്നതാണ് സംസ്ഥാനത്തിന്റെ ആവശ്യമെന്നും മന്ത്രി പറഞ്ഞു. പണം നമുക്ക് കിട്ടാനുള്ളത്, കുടിശ്ശിക കിട്ടാനുള്ള ഒരു 750 കോടിക്ക് അടുത്തേ ഉള്ളൂ. ആ കുടിശ്ശികയല്ല പ്രശ്നം, കാലാവധി നീട്ടണമെന്നുള്ള ആവശ്യം നമുക്കുണ്ട്. നഷ്ടപരിഹാര കാലാവധി നീട്ടുക എന്നുള്ളതാണ് കേരളത്തിന്റെ ആവശ്യം. കേരളം ആ കാര്യങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോഴും അത് തന്നെ നമ്മുടെ ആ ഡിമാൻഡ് ആവശ്യപ്പെടും. അതും നമ്മൾ യാതൊരു യോജിപ്പുമില്ല. സംസ്ഥാനങ്ങളൊന്നും യോജിക്കുന്നില്ല എന്നോട്. ഇപ്പം തന്നെ GSTയിൽ ആക്കിയതോടുകൂടി സംസ്ഥാനങ്ങളാകെ ശ്വാസം മുട്ടുകയാണ്. പിന്നെ ഇനിയിപ്പോൾ പുതിയ ഐറ്റങ്ങളൊന്നും അതിലേക്ക് വരുന്നതിന് നമുക്കൊന്നും യോജിപ്പില്ല. പ്രാദേശികമായി പല പേരുകളിൽ അറിയപ്പെടുന്ന ഞൊട്ടാഞ്ഞൊടിയനെ വെറും ഒരു കാട്ടുചെടി എന്ന് കരുതി പറിച്ചെറിയാൻ വരട്ടെ. ഗോൾഡൻ ബെറി എന്ന ഞൊട്ടാഞ്ഞൊടിയൻ കൃഷി ചെയ്ത് മികച്ച വരുമാനം കണ്ടെത്തുകയാണ് കട്ടപ്പന വെളിയാംകുടിയിലെ വേഴപ്പറമ്പിൽ ജോസ് ജോർജ് എന്ന കർഷകൻ. കാഴ്ചയിൽ കാട്ടുചെടി, പേര് ഞൊട്ടാഞ്ഞൊടിയൻ, എന്നാൽ വിപണിയിൽ ഗോൾഡൻ വില. വിദേശ രാജ്യങ്ങളിൽ മികച്ച വിലയും ഔഷധമൂല്യവുമുള്ള ഈ പഴം കാന്തല്ലൂർ, മറയൂർ മേഖലകളിലെ കാലാവസ്ഥയിൽ നന്നായി വളരാറുണ്ട്. ഫൈസിലിസ് മിനിമ എന്നാണ് ഈ പഴത്തിന്റെ ശാസ്ത്രീയ നാമം. മഴക്കാലത്താണ് ഈ ചെടി മുളയ്ക്കുന്നതും പൂക്കുന്നതും കായ്ക്കുന്നതും. ഇതിന്റെ പച്ചക്കായ്ക്ക് ചവർപ്പാണ്. പഴുത്താൽ പുളി കലർന്ന മധുരമുള്ള രുചിയായിരിക്കും. അധികം ആരാലും ശ്രദ്ധിക്കാതെ കാട്ടുചെടികൾക്കിടയിൽ വളരുന്ന ഗോൾഡൻ ബെറി കൃഷി ചെയ്ത് മികച്ച വരുമാനം കണ്ടെത്തുകയാണ് കട്ടപ്പന വെള്ളയാംകുടി വേഴപ്പറമ്പിൽ ജോസ് ജോർജ്. ഞൊട്ടാഞ്ഞൊടിയന് കിലോയ്ക്ക് 1000 മുതൽ 2000 രൂപ വരെയാണ് വില. വിപണി സാധ്യത മനസ്സിലാക്കിയാണ് ജോസ് കൃഷിയിലേക്ക് തിരിഞ്ഞത്. ഞാൻ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് ഇത് ആദിവാസികൾ കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ ഇതിന് 1000 രൂപ വേണ്ടി മാർക്കറ്റ് ഉണ്ടെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അതും പ്രകാരമാണ് ഞാൻ ഇതിലേക്കൊന്ന് തിരിയാൻ കാരണം.
അപ്പോൾ അത് ഞാനിപ്പോൾ അപ്പോൾ അവിടുന്ന് കുറേ അരി എടുത്തുകൊണ്ട് പോയി പാകി വെപ്പിച്ച് ഏകദേശം 2 മാസം വേണ്ടി എടുത്ത് കിളുത്ത് 5,000 വെള്ളപ്പെട്ടി. അത് 500 തൈകൾ ഞാൻ ഉൽപ്പാദിപ്പിച്ചായിരുന്നു. അപ്പോൾ അതിനകത്തൊരു 300 ഞാൻ വെച്ചത്. ഇത് വിദേശ രാജ്യങ്ങളിൽ ബൾക്കായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. അത് കൂടുതലും മരുന്ന് ഇതുപോലുള്ള ഈ എനർജി ഡ്രിങ്കുകൾക്കായിട്ടും ഒക്കെയാണ് ഇതിൻ്റെ കൃഷി നടത്തുന്നത്. രോഗപ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്താനും ഹൃദയാരോഗ്യമേകാനും ഈ ഫലം സഹായിക്കുന്നു. ഇതിലടങ്ങിയ പോളിഫിനോളുകൾ വിവിധ ഇനം അർബുദങ്ങൾ വളരാനുള്ള സാധ്യതയെയും വ്യാപനത്തെയും തടയുന്നു. ജൈവരീതിയിലാണ് ജോസിന്റെ കൃഷി. എത്രമാത്രം പഴങ്ങൾ ഉൽപ്പാദിപ്പിച്ചാലും വിറ്റഴിക്കാൻ വിപണികളുണ്ടെന്ന് ജോസ് പറയുന്നു. അതിനാൽ കൂടുതലായി ഞൊട്ടാഞ്ഞൊടിയൻ പഴം ഉൽപ്പാദിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ഈ കർഷകൻ. ന്യൂസ് 18 ഇടുക്കി.